മഹാനായ സയ്യിദുനാ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ഒരു ദിവസം വഅദ് പറഞ്ഞു. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഅദ് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരൽപ്പം കുറവ്, കൂടുതലോ കുറവോ അങ്ങനെ റസൂലുള്ളാഹി ഞങ്ങളോട് വഅദ് പറയാറുള്ളൂ. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വഅദ് അല്ലാഹുവിന്റെ ഹബീബ് പറയാറില്ല. പക്ഷേ അന്നല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വഅദ് വ്യത്യസ്തമായിരുന്നുവെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആരംഭിച്ച വഅദ് ളുഹർ നമസ്കാരം വരെ നീണ്ടു നിന്നുവെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു. ളുഹറിന്റെ സമയമായപ്പോൾ ളുഹറിന്റെ ജമാഅത്ത് നടക്കുകയും ളുഹർ കഴിഞ്ഞ് വീണ്ടും ആ വഅദ് അസ്ർ വരെ നീണ്ടു നിന്നു. അസ്റിന്റെ ജമാഅത്ത് കഴിഞ്ഞു, പിന്നെയും അല്ലാഹുവിന്റെ ഹബീബ് വഅദ് തുടർന്നുകൊണ്ടിരുന്നു. ആ വഅദ് അസ്തമയം വരെ നീണ്ടു നിന്നുവെന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് വഅദിൽ പ്രതിപാദിക്കാതെ പോയ വിഷയങ്ങളിൽ അന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ലോകമുണ്ടായത് മുതൽ ലോകാവസാനം വരെ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വഅദിൽ ചുരുക്കി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുവെന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കണം, മഹാനായ അബൂ ഇദ്രീസിൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നഹു സമിഅ ഹുദൈഫത ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. ഇദ്രീസുൽ ഖൗലാനി തങ്ങൾ താബിഈൻ. മഹാനവറുകൾ പറയുകയാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാനന്നാസു യസ്അലൂന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് അനിൽ ഖൈരി, നന്മയെ കുറിച്ചായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ എപ്പോഴും നന്മയെ കുറിച്ചായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നത്. വകുൻതു അസ്അലുഹു അനിശ്ശർരി, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ഷർറിനെ കുറിച്ചായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നത്. സ്വഹാബികൾ എപ്പോഴും റസൂലുള്ളാഹിനോട് നന്മയാണ് ചോദിച്ചറിയാറുള്ളത്. ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ഷർറുകൾ, തിന്മകളെ കുറിച്ചാണ് ചോദിച്ചറിയാറുണ്ടായിരുന്നത്. നാശങ്ങളെ കുറിച്ചായിരുന്നു ചോദിച്ചറിയാറുണ്ടായിരുന്നത്. അതെന്താ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം? നല്ലപോലെ ശ്രദ്ധിക്കണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഖാഫത അൻ യുദ്രികനീ, ആ തിന്മ എന്നെ ബാധിക്കാതിരിക്കാനാണ് തിന്മ ഏതൊക്കെ എന്ന് ഞാൻ ചോദിച്ചറിയുന്നത്. തിന്മകൾ എന്നെ ബാധിക്കാതിരിക്കാൻ, നാശങ്ങൾ എന്നെ പിടികൂടാതിരിക്കാനാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് നാശങ്ങളേതെന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കാറുള്ളത്. ഫഖുൽതു, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു ദിവസം റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നാ കുന്നാ ഫീ ജാഹിലിയ്യ, ഞങ്ങൾ അന്ധകാരത്തിലായിരുന്നല്ലോ നബിയേ. ഇന്നാ കുന്നാ ഫീ ജാഹിലിയ്യത്തിൻ വശർ, ഞങ്ങൾ എല്ലാവിധ നാശങ്ങളും തിന്മകളും ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നല്ലോ യാ റസൂലല്ലാഹ്. ഫജാഅനല്ലാഹു ബിഹാദൽ ഖൈർ, അപ്പോഴാണല്ലോ അങ്ങ് മുഖേന അല്ലാഹു ഈ ദീൻ ഞങ്ങൾക്ക് എത്തിച്ചു തന്നത്. ഫഹൽ ബഅദ ഹാദൽ ഖൈരി ശർറുൻ, ദീൻ എന്ന ഈ പരിശുദ്ധമായ നന്മ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചല്ലോ നബിയേ. ഫഹൽ ബഅദ ഹാദൽ ഖൈരി ശർറുൻ, ഈ നന്മക്ക് ശേഷം, ഇപ്പോൾ മക്കത്തും ലോകത്തും ഉണ്ടായിരിക്കുന്ന ഈ നന്മക്ക് ശേഷം ഇനി വല്ല നാശവും വരാനുണ്ടോ നബിയേ? ശ്രദ്ധിക്കണേ, ഹദീസ് മാത്രമേ വായിക്കൂ. ഞാൻ എൻ്റെ വകയൊന്നും ഞാൻ പറയില്ല, ഹദീസ് വായിക്കും, അതിനർത്ഥം പറഞ്ഞുതരും. എന്തിനാ ഇത് പറയുന്നത്?
ഈ വ്യാകുലപ്പെട്ട് കഴിയുന്ന ഈ സമയത്ത് നമ്മൾ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ്. നമ്മൾ എന്ത് മുന്നൊരുക്കമാണ് നടക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ്. ഫഹൽ ബഅദ ഹാദൽ ഖൈരി ശർറുൻ, ഈ നന്മക്ക് ശേഷം വല്ല നാശവും വരാനുണ്ടോ നബിയേ എന്ന് ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു. ഖാല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം, ഈ നല്ല സാഹചര്യത്തിന് ശേഷം ഇനിയൊരു മോശമായ സാഹചര്യം വരാനുണ്ട്. ഫഖുൽതു, മഹാനവർകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിനോട് ഞാൻ ചോദിച്ചു, ഫഹൽ ബഅദ ദാലിക ശർരി മിൻ ഖൈരിൻ, ആ നാശം വന്നു കഴിഞ്ഞാൽ ആ നാശത്തിന് ശേഷം പിന്നെ വല്ല നന്മയും വരാനുണ്ടോ നബിയേ എന്ന്. ഖാല, അപ്പോൾ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്രേ, നഅം, ആ നാശത്തിന് ശേഷം പിന്നെയും നന്മ വരാനുണ്ട്. പക്ഷേ വഫീഹി ദഖനുൻ, അതിൽ ചില പുകച്ചിലുകളുണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നന്മയിൽ ചില പുകച്ചിലുകളുണ്ട്. ഫഖുൽതു, അപ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, അമാ ദഖനുഹു, അല്ലാഹുവിന്റെ ഹബീബേ, ആ നന്മയിലുള്ള പുകച്ചിലുകൾ എന്താണ് യാ റസൂലല്ലാഹ്? ഖാല, ശ്രദ്ധിക്കണം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ നന്മയുടെ കാലത്തുള്ള പുകച്ചിലുകൾ എന്താണ്? ഖൗമൻ, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ ആ സമയത്ത് കടന്നു വരുന്നതാണ്. യസ്തന്നൂന ബിഗൈരി സുന്നതി, എന്റെ ചര്യയല്ലാത്തതിനെ അവർ ചര്യയായി സ്വീകരിക്കുന്നതാണ്. എന്റെ മാർഗമല്ലാത്തതിനെ അവർ ചര്യയായി സ്വീകരിക്കും. വതഅരിഫു മിൻഹും, അതിൽ ചില കാര്യങ്ങൾ നിനക്ക് അംഗീകരിക്കേണ്ടി വരും. വതുൻകിറു, ചില കാര്യങ്ങൾ നിനക്ക് നിഷേധിക്കുകയും ചെയ്യേണ്ടി വരും. ആ കാലഘട്ടത്തിലുള്ള ഒരു നന്മയുടെ കാലഘട്ടത്തിലെ തിന്മയെ കുറിച്ച് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ മാർഗമല്ലാത്തതിനെ മാർഗമായി സ്വീകരിച്ചുകൊണ്ടൊരു വിഭാഗം ആളുകൾ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ്. തഅരിഫു മിൻഹും, അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും. ഹുദൈഫ, വതുൻകിറു, ചില കാര്യങ്ങളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുകയുമില്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, ഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർരിൻ, ആ നന്മക്ക് ശേഷം വല്ല തിന്മയും കടന്നു വരാനുണ്ടോ നബി എന്ന്. ഖാല, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നഅം, ആ നന്മക്ക് ശേഷം പിന്നൊരു തിന്മ വരാനുണ്ട്. ശ്രദ്ധിക്കണം, ഈ നമ്മളെ കാലായി പറയണ, ആ നന്മക്ക് ശേഷം പിന്നൊരു തിന്മ വരാനുണ്ട്. എന്താണ് ആ തിന്മ? ദുആ, ചില പ്രബോധകരാണ്, ചില പ്രബോധകർ രംഗത്ത് വരും. അല അബ്വാബി ജഹന്നം, ആ പ്രബോധകർ നരകത്തിന്റെ കവാടങ്ങളിലുള്ള ആളുകളാകും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറയുന്നത് ദീനാകും, ഓതുന്നത് ഖുർആനാകും, പഠിപ്പിച്ചു തരുന്നത് ഹദീസാകും. സുന്ദരമായവർ അവരുടെ വാതോരാതെ ദീൻ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അല അബ്വാബി ജഹന്നം, അവർ നരകത്തിന്റെ കവാടങ്ങളിലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അജാബഹും, അവർ നിങ്ങളെ ക്ഷണിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഉത്തരം ചെയ്താൽ, അവർ കാണിക്കുന്ന വഴിയിലേക്ക് നിങ്ങൾ കടന്നു പോയാൽ, ഖദഫൂഹു ഫീഹാ, അവരുടെ കൂടെ കൂടുന്ന ആളുകളെ നരകത്തിലേക്കാണ് അവർ കൊണ്ടുപോയി എറിയുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം. മഹാനാശങ്ങളെ കുറിച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ എണ്ണിക്കൊടുത്തപ്പോൾ ഒന്നാമതായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിക്കൊടുത്തത് വിശ്വാസത്തിലും കർമ്മത്തിലും വരുന്ന നാശമാണ്. ശരിയല്ലേ? മുൻപ് കേട്ടിട്ടില്ലാത്തൊരു ഖൗമ്, മുമ്പ് നമ്മുടെ പൂർവികന്മാരൊന്നും കേട്ടിട്ടില്ലാത്ത കുറേ കാര്യം അപ്പൊ കേൾക്കണം. ഒരുപാട് കാര്യങ്ങൾ അല്ലേ? കേരളത്തിൽ ഇസ്ലാം ഉണ്ടായതിന് ശേഷം തറാവീഹ് 8 നിസ്കരിച്ചത് കേരളത്തിൽ ആരും കേട്ടിട്ടുണ്ടാവുകയില്ല. ഒരു 100 കൊല്ലം മുമ്പ് മരിച്ചുപോയൊരു വാപ്പയെ വിളിച്ചു കൊണ്ടുവന്ന്
എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നിട്ട് തറാവീഹ് 8 പോലും എന്നറിഞ്ഞാൽ ഒരു പക്ഷേ ആ മനുഷ്യൻ ബോധരഹിതനായി വീണുപോകും. ദുആത്തുൻ, ചില പ്രബോധകർ അലാ അബ്വാബി ജഹന്നം, അവർ ജനങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അജാബഹും ഇലൈഹാ, ആരാണോ ആ പ്രബോധകർക്ക് ഉത്തരം നൽകുന്നത്, ഖദഫൂഹു ഫീഹാ, അവരവരെ ആ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, നാശത്തിന്റെ തുടക്കം എവിടുന്നാ വരുന്നത്? പെട്രോൾ തീർന്നു പോകുന്നതല്ല, പെട്രോൾ തീർന്നതല്ല നാശത്തിന്റെ തുടക്കം. എണ്ണയുടെ വില കുറഞ്ഞതല്ല നാശത്തിന്റെ തുടക്കം. ലോകത്ത് മറ്റ് രാജ്യങ്ങൾ ഉപരോധിച്ചതല്ല നാശത്തിന്റെ തുടക്കം. വിശ്വാസത്തിലും കർമ്മത്തിലും സംഭവിച്ചു പോയ അപജയങ്ങളാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് മുഅ്മിനീങ്ങളായ ആളുകളെ ചീത്ത പറയുക എന്നത്. അല്ലാഹുവിന് വല്ലാത്ത ദേഷ്യമാണ്. ഖുർആൻ തന്നെ ആ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. ഇന്നല്ലദീന ഫതൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ ആളുകളെ അവരെ കുറിച്ച് ഫിത്ന പറയുന്ന ആളുകൾ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച മുഅ്മിനീങ്ങളെ ഫിത്ന പറയുകയും അവർക്കിടയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ, ثم لم يتوبوا, അവർ അല്ലാഹുവിനോട് തൗബ ചെയ്തില്ല എങ്കിൽ പരിശുദ്ധമായ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്, ഫലഹും അദാബു ജഹന്നം, അവർക്ക് കഠിനമായ നരകശിക്ഷയാണ് ഉള്ളത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കാനായി, റസൂലുള്ളാഹിനോട് ഉമ്മത്തിനെ അറിയിക്കാനായി അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങളുമായി, ചിന്തകളുമായി, പുതിയ പുതിയ കാര്യങ്ങളുമായി കേൾക്കുക. സംസമത്തിന് വെള്ളത്തിന് ഒരു പ്രത്യേകത ഒന്നുമില്ല. സംസം വെള്ളം ഞാൻ മൂത്രിക്കുമ്പോൾ വൃത്തിയാക്കാൻ വേണ്ടി സംസം ഞാൻ കൊണ്ടുപോകാറുണ്ട്. സംസമിന് എന്താ അത്ര വലിയ പ്രത്യേകത? സംസമും ഭൂമിയിലൊരു വെള്ളല്ലേ, പേടില്ല. ദുആത്തുൻ, ചില പ്രബോധകരാണ് അലാ അബ്വാബി ജഹന്നം, അവർ നരകത്തിന്റെ കവാടങ്ങളിലാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. മൻ അജാബഹും ഇലൈഹാ, അവർ പ്രബോധനം ചെയ്യുന്ന വഴികൾ ആരാണോ സ്വീകരിക്കുന്നത്, ഖദഫൂഹു ഫീഹാ, ആ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ അവർ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയുന്നതാണ്. ഫഖുൽതു, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് കേട്ടപ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു പറഞ്ഞു, സിഫുഹും ലനാ, ഹബീബായ നബിയേ അവരെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക? അതുകൊണ്ട് അവരുടെ വിശേഷണങ്ങളും സ്വഭാവങ്ങളും ഒന്ന് പറഞ്ഞു തരണം യാ റസൂലല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഖൗമും മിൻ ജിൽദതിനാ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെ ചില ആളുകളാണവർ, വയതകല്ലമൂന ബിഅൽസിനതിനാ, നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ നിങ്ങളോട് സംസാരിക്കുന്നത്. തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരും ഓതുന്നത് ആയത്താകും, അവരും ഓതുന്നത് ഹദീസാകും, അവരും പറയുന്നത് ചരിത്രങ്ങളാകും. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ അങ്ങനെ ഒരു ജനതയെ, ഒരു സമൂഹത്തെ ഞാൻ കണ്ടാൽ എന്താണ് ഹബീബായ നബി ഞാൻ ചെയ്യേണ്ടത്? ഫമാ തറാ ഇദാ അദ്റകനീ ദാലിക, അങ്ങനെ ഒരു സംഭവം എന്നെ ബാധിച്ച ഞാൻ കണ്ടാൽ ഞാൻ എന്താണ് നബി ചെയ്യേണ്ടത്? ഖാല, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്തിർ ജമാഅത്തുൽ മുസ്ലിമീന ഇമാമഹും, മുസ്ലിങ്ങളുടെ സംഘം ഏതാണോ, അവരുടെ നേതാവാരാണോ അവരെ മുറുകെ പിടിച്ചോളൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങളുടെ സംഘം ഏതാണോ, ഏതാണ് ആ സംഘം? എല്ലാ സംഘവും ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ സംഘമാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മുസ്ലിങ്ങളുടെ ആധികാരികമായ മതപണ്ഡിത സഭയാണതെന്ന് എല്ലാരും പറയാറുണ്ടല്ലോ, അല്ലേ? കേരളത്തിൽ പല അവാന്തര വിഭാഗങ്ങളുണ്ടല്ലോ, പക്ഷെ എല്ലാരും സംസാരിക്കുമ്പോൾ പറയും ആധികാരികമായ മത സംഘടന അത് സമസ്തയാണെന്ന്.
അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, അന്ന് ആ സമൂഹത്തിലുള്ള മുസ്ലിംകളുടെ സംഘം ഏതാണോ, അഫ്തിറു ജമാഅത്തുൽ മുസ്ലിമീൻ, ആ സംഘത്തെ നിങ്ങൾ അവലംബിച്ചോളൂ, മുറുകെ പിടിച്ചോളൂ. വഇമാമഹും, അവരുടെ നേതാവ് ആരാണോ ആ നേതാവിനെയും നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലേ, ഏതാ മുസ്ലിം വന്നാലും പറയാറുണ്ടല്ലോ, ഏതാള് വന്നാലും പറയാറുണ്ടല്ലോ, മുസ്ലിംകളുടെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള നേതൃത്വം എന്ന് പറയാറുള്ളത്. അവരുടെയൊക്കെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തതല്ലേ അത് പാണക്കാട് കുടുംബത്തോട് അന്വേഷിച്ച് ചെയ്യുക എന്നത്. വഇമാമഹും, അവരുടെ ഇമാമിനെയും നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഫഖുൽതു, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല സ്വലാത്തു ചൊല്ലണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, ഫഇല്ലം തകുല്ലഹും ജമാഅ, ഹബീബായ നബിയേ അവർക്കൊരു സംഘമില്ലെങ്കിലോ നബിയേ, അവർക്കൊരു സംഘടന ഇല്ലെങ്കിലോ നബിയേ, മുസ്ലിം ഉമ്മത്തിന് കൂട്ടായൊരു രൂപമില്ലെങ്കിലോ ഹബീബായ നബിയേ, വലാ ഇമാം, അവർക്ക് ഒരു നേതൃത്വവും ഇല്ലെങ്കിലോ നബിയെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഖാല, കേൾക്കണം നിങ്ങൾ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഫഅതസിൽ തിൽകൽ ഫിറഖ കുല്ലഹാ, അങ്ങനെ മുസ്ലിം ഉമ്മത്തിന് ഒരു നേതൃത്വവും ഒരു സംഘവുമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവർക്കിടയിലുള്ള ചെറിയ ചെറിയ എല്ലാ പാർട്ടികളെയും നിങ്ങൾ ഒഴിവാക്കണം. ഹുദൈഫ, വലോ, എന്നിട്ട് നിങ്ങൾ ഒറ്റക്ക് അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയതനുസരിച്ച് ജീവിച്ചോളൂ. വലോ അൻത അമ്മാല അസ്ലി ഷജറത്തിൻ ഹത്താ യുദ്രികൽ മൗത്, അങ്ങനെ നിങ്ങൾക്ക് മരണം വരുന്നവരെ നിങ്ങളൊരു വൃക്ഷത്തിന്റെ വേരിലാണെങ്കിലും കടിച്ചു പിടിച്ചു ജീവിച്ചോളൂ ഹുദൈഫ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുസ്ലിം ലോകത്തെല്ലാ സ്ഥലത്തും വിശ്വാസപരമായി വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വിശ്വാസ വ്യതിയാനത്തിൽ സംഭവിക്കുന്ന വളരെ പ്രധാനമായൊരു ഭാഗമാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു കൊടുത്തത്. മഹാനായ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ഹദീസ് മാത്രം പറയും, അതിന്റെ അറിയുന്ന അർത്ഥം പറഞ്ഞു തരും. എന്താണ് മുസ്ലിം ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്? 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയുടെ മടനാരണ്യത്തിൽ നിന്നിട്ട് ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യൂശികു അഹ്ലൽ ഇറാഖ് അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം. യൂശികു അഹ്ലൽ ഇറാഖ്, ഇറാഖുകാർക്ക് ഒരു സമയം അടുത്തിരിക്കുകയാണ്, അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം, ആ രാജ്യത്തിന്റെ വെളിയിൽ നിന്ന് ഭക്ഷ്യധാന്യമോ ഒരു ദിർഹമോ പോലും ഇറാഖിലേക്ക് വെളിയിൽ നിന്ന് കടന്നു വരാത്തൊരു കാലം ഇറാഖിനുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങളോ ദിർഹമോ വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറാഖ് എന്ന രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു കാലം വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതു കാലഘട്ടത്തിലാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇസ്ലാമിക ലോകം അത്രമേൽ വളർന്നു പന്തലിച്ചിട്ടില്ലാത്തൊരു കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, മിൻ ഐന ദാലിക, ഹബീബായ നബിയേ ഉപരോധം ഏർപ്പെടുത്തുന്ന ആളുകൾ ആരായിരിക്കും യാ റസൂലല്ലാഹ്? ഖാല, മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ഖിബലിൽ അജം, അനറബികളായിരിക്കും ആ ഉപരോധം ഏർപ്പെടുത്തുക. കഴിഞ്ഞുപോയ ഉപരോധത്തെ കുറിച്ചാണോ ഈ പറഞ്ഞത്? ഇനി ഇങ്ങനെ ഒരു ഉപരോധം കടന്നു വരാനുള്ളതിനെ കുറിച്ചാണോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? തീർത്തു പറയാൻ, കണിശമായി പറയാൻ ഞാൻ ആളല്ല എന്നും നിങ്ങളോട് പറയുകയാണ്. വെളിയിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദിർഹമോ ദീനാറോ എന്ന് പറഞ്ഞാൽ പണം ഇറാഖിലേക്ക് ഒഴുകി വരാത്തൊരു കാലം ഇറാഖിന് വരാറുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ പോലും ആ രാജ്യത്തേക്ക് വരാതെ ഉപരോധം ഏർപ്പെടുത്തപ്പെടുന്ന കാലമുണ്ട്. ആ ഉപരോധം നടത്തുന്നവർ മിൻ ഖിബലിൽ അജം, അനറബികളായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യംനഊന ദാലിക്, അത് ഇറാഖിന് അവർ തടഞ്ഞു വെക്കുന്നതാണ്. ثم قال ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നുകിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ തൊട്ടു മുമ്പ് സംഭവിച്ചതോ ഇനി സംഭവിക്കാനിരിക്കുന്നതോ ഒക്കെയാണ് ഈ ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നത്. ثم قال, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, യൂഷികു അഹ്ല ശാം, ശാമുകാർക്ക് ഒരു കാലം അടുത്തിരിക്കുകയാണ്. യുജ്ബാ ഇലൈഹിം ദീനാറുൻ വലാ മദി, അവരിലേക്കും ഭക്ഷ്യധാന്യങ്ങളോ ദീനാറോ അവരിലേക്ക് കടന്നു വരാത്ത കാലം വരുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദി എന്ന് പറയുന്നത് ഒരു പാത്രം ഭക്ഷ്യധാന്യം എന്നാണ്. ഷാമിനെ കുറിച്ചാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞത്. ഏതിനാണ് ഷാം എന്ന് പറയുന്നത്? ഇന്നത്തെ സിറിയയും അതേപോലെ ജോർഡാനും ഇസ്രായേലും ഫലസ്തീനും ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളാണ് പഴയകാലത്തെ ഷാം. ഷാമുകാർക്കൊരു കാലം അടുത്തിരിക്കുന്നു. യുജ്ബാ ഇലൈഹിം ദീനാറുൻ വലാ മദി, ഒരു പാത്രം ഭക്ഷ്യധാന്യം പോലും വെളിയില്ലെന്ന്, ഷാമിലേക്ക് വരില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, മിൻ ഐന ദാലിക, ഹബീബായ നബിയേ, ആ ഉപരോധം അവർക്കെതിരെ ഏർപ്പെടുത്തുന്നത് ആരായിരിക്കും യാ റസൂലല്ലാഹ്? ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മിൻ ഖിബലിർ റൂം, പാശ്ചാത്യരായിരിക്കും ആ ഉപരോധത്തിന്റെ പിന്നിലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നിങ്ങൾ ആലോചിച്ചു, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രം ഇങ്ങനെ പ്രശ്നമാണ്? 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരാൻ, ഷാമിനെതിരെ ഉപരോധം വരാനുണ്ട്. ആ ഉപരോധത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പാശ്ചാത്യരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم سكت ഹനിയ, പിന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പനേരം മിണ്ടാതെ അങ്ങനെ മൗനം പാലിച്ചിരുന്നു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറഞ്ഞു, യകൂനു ഫീ ആഖിരി സമാൻ, യകൂനു ഫീ ആഖിരി ഉമ്മത്തി, എന്റെ സമുദായത്തിലെ അവസാന കാലഘട്ടത്തിൽ ഖലീഫ, ഒരു പ്രതിനിധി വരാനുണ്ട്. അയാൾ എന്റെ ഖലീഫയാവും, എന്റെ പ്രതിനിധിയാണ് അയാൾ. യഹ്തിൽ മാല ഹൈസ, അയാൾ സ്വത്ത് ഇങ്ങനെ വാരിക്കോരി കൊടുക്കും. ലാ യഉദ്ദുഹു അദ്ദാ, എണ്ണക പോലും ഇല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ പൈസ കൊടുക്കലെപ്പോഴാ? ഞാൻ ഇപ്പൊ പുള്ളാട്ടുമല അമ്മദാജിക്ക് ഒരു പൈസ കൊടുക്കുകയാണ്. കൊടുക്കപ്പെടാ പൈസക്ക് ആവശ്യം ഉണ്ടാവും, ശ്രദ്ധിക്കണം. പണത്തിന് ആവശ്യമുണ്ടാകുമ്പോഴാണ് പണം കൊടുക്കുക. എന്താ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്? ഒരൽപസമയം അല്ലാഹുവിന്റെ ഹബീബ് മിണ്ടാതിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ ഒരു ഖലീഫ വരും, അയാൾ എന്റെ പ്രതിനിധിയായിരിക്കും. അയാൾ സ്വത്ത് വാരിക്കോരി കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ലാ യുഅദ്ദുഹു അദ്ദാ, എണ്ണുക പോലും ഇല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, പണം ഒരാൾ കൊടുക്കലെപ്പെടാ അല്ലേ? ഒരു കല്യാണത്തിന് വിളിച്ചാൽ ആ കല്യാണത്തിന് ഭക്ഷണം കഴിച്ചു വരുമ്പോൾ പൈസ കൊടുക്കലെവിടെ? എല്ലാ മംഗളത്തിനും പൈസ കൊടുക്കുമോ? അതൊന്നും മിണ്ടാതെ. സൂപ്യാജിൻ്റെ ഇവിടെ ഒരു മംഗലം കഴിഞ്ഞില്ല, ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പൈസ കൊടുത്തിരുന്നോ? ഞമ്മദാജി പൈസ വാങ്ങി സൂപ്യാജി ഇല്ല. എന്താ? സൂപ്യാജിക്ക് അൽഹംദുലില്ലാ അള്ളാഹു നിയമത്ത് നിലനിർത്തി കൊടുക്കട്ടെ, എന്നതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാ. ഈ ഖലീഫ പണം ഇങ്ങനെ വാരിക്കോരി കൊടുക്കും എന്ന് പറഞ്ഞതെന്താ? അന്ന് ജനങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്ന കാലമാകും. രാജ്യങ്ങളിൽ അന്ന് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാവും. രാജ്യങ്ങളിൽ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും. ഏതു രാജ്യങ്ങളിൽ? മുസ്ലിം രാജ്യങ്ങളിൽ. ശരിയല്ലേ? സൗദി അറേബ്യ ചെയ്യുന്നത് എന്താ? ടാക്സ് വരാൻ പോകുന്നു എന്നെല്ലാവരും വലിയ ബേജാറിലാണല്ലോ. വാറ്റ് വരാൻ പോകുന്നുവെന്ന്. സൗദി അറേബ്യയിൽ വിദേശികളായ ആളുകൾക്ക് ഒരു കൊല്ലം വരെ ഒരാൾക്ക് 100 റുപ്യ ലവിയടക്കണം. അടുത്ത വർഷമായാൽ അത് 200 ആവും, പിറ്റത്തെ വർഷമായാൽ 300 ആവും. എന്താ? രാജ്യം ഭയങ്കരമായ സാമ്പത്തികമായ പ്രതിസന്ധിയിലാണത്രേ. നിങ്ങൾ കായിച്ചില്ലേ പത്രത്തിലെ റിപ്പോർട്ട്? മറ്റു എണ്ണ ഇതര ഇനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കാൻ സൗദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. എന്നാൽ ഈ സാമ്പത്തികമായ പ്രതിസന്ധി അവസാനിക്കാൻ പോകുന്നില്ല. ലോകം ആടി ഉലയാൻ പോവുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഈ സാമ്പത്തികമായ പ്രതിസന്ധി തീർക്കാൻ എന്റെ ഒരു പ്രതിനിധി വരും. അയാൾ സമ്പത്ത് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത ഹദീസല്ല, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നീ ശ്രദ്ധിച്ചോളൂട്ടോ. ഷാം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു തന്നല്ലോ. ദാ ഷാം, സിറിയ, ജോർഡാൻ, ഇസ്രായേൽ, ഫലസ്തീൻ. ഇസ്രായേൽ നമ്മൾ പറഞ്ഞത് ഇന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാം, ശരിക്കും ഫലസ്തീൻ എന്നാണ്. സിറിയയും ജോർഡാനും ഫലസ്തീനുമാണ് ഹദീസിൽ പറഞ്ഞ ഷാം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന രംഗം എന്താണ്? അരങ്ങേറാൻ പോകുന്നത് എന്താണ്? അൻ സൽമാൻ ഇബ്നു ഹാത്തിബിൽ ഹിമ്യരി റളിയല്ലാഹു അൻഹു പറയാൻ, ലയകൂനന്ന ബിശ്ശാമി ഫിത്ന, ഷാമിൽ ഭയങ്കരമായ യുദ്ധങ്ങളും നാശങ്ങളും ഉണ്ടാകും. ഭയങ്കരമായ യുദ്ധങ്ങൾ. ലയകൂനന്ന ബിശ്ശാമി ഫിത്ന യുറദ്ദിദു ഫീഹാ, ആ നാശം ഷാമിൽ ഇങ്ങനെ കടന്നു ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ സൽമാൻ ഇബ്നു ഹാത്തിബിൽ ഹിമ്യരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യുറദ്ദിദു ഫീഹാ കമാ യുറദ്ദിദുൽ മാഉ ഫിസ്സിഖാ, പാത്രത്തിൽ കിടന്ന വെള്ളം ഇങ്ങനെ ഇളകിക്കളിക്കുന്ന പോലെ ഈ യുദ്ധങ്ങളും നാശങ്ങളും ഷാമിൽ കിടന്ന് കറങ്ങും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചെല്ലണം സ്വലാത്ത്. 14 നൂറ്റാണ്ട് മുമ്പ് മദീനത്തെ മലരാരണ്യത്തിൽ ഇരുന്നിട്ടേ റസൂലുള്ളാഹി അങ്ങനെ പറയാ, സിറിയക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഇതിലപ്പുറം നമുക്കെന്താ വേണ്ടത്? എന്റെ സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കില്ലേ സിറിയയുടെ പ്രതിസന്ധി ഒന്ന് തീർന്നു കിട്ടിയാൽ തീരാൻ പോവില്ല. സിറിയയിലെ പ്രതിസന്ധി തീരാൻ പോകുന്നില്ല. ഡമസ്കസിന്റെ തെരുവുകൾ കാലിയായിരിക്കുന്നുവെന്ന് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഇതാ ഇനിയും രൂക്ഷമായ പോരാട്ടങ്ങളാണ് സിറിയയും ഷാമിനെയും കാർന്നു തിന്നാനിരിക്കുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, തക്ഷിഫു അൻഹും, അത് കൊടും ഭീകരമായ യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങൾക്കിടയിൽ ആ യുദ്ധങ്ങൾക്ക് ഇടയ്ക്ക് ചെറിയ ശമനം ലഭിക്കും. ഇടയ്ക്ക് ചെറിയ ശമനം ലഭിക്കും. ഒരുപാട് കാലം ആ യുദ്ധം നീണ്ടു നിൽക്കും. ആ യുദ്ധങ്ങൾ അങ്ങ് അവസാനിക്കുമ്പോൾ ക്ഷാമകാര ശക്തമായ ക്ഷാമത്തിലും വിശപ്പിലും ആയി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയകൂനു റീഹുൽ ഖുബ്സ് ഫീഹാ. ആ സമയത്ത് സിറിയയിലെ ഷാമിൽ ഒരു റൊട്ടി കഷ്ണത്തിന്റെ വാസന അത്വയബു മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയേക്കാളും വലിയ സുഗന്ധമായിരിക്കും ഒരു റൊട്ടി കഷ്ണത്തിന്റെ വാസന അവർക്ക് അനുഭവപ്പെടുക എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ നമ്മളെ ഹബീബ് ഇങ്ങനെ പറഞ്ഞുതരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ മാത്രം ഇങ്ങനെ പ്രശ്നം? 14 നൂറ്റാണ്ടും ഹബീബ് പറഞ്ഞത് നടക്കണ്ടേ? ഞാൻ കടന്നു വരുന്നുണ്ട്, സമയം എന്നെ അനുവദിക്കുമോ എന്നെനിക്കറിയില്ല. നേർ കാഴ്ച നമ്മൾ പത്രങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് 14 നൂറ്റാണ്ട് മുമ്പ് പ്രിന്റിംഗ് പ്രസ്സില്ലാത്ത കാലം എഴുതാനറിയാത്തൊരു ഹബീബ് മടനാരണത്തിലിരുന്നിട്ട് പറഞ്ഞു തരികയാണ്, ഐസ മൻസർ സമാനേ മേ ദേഖാ നഹീ ജൈസ മൻസർ മദീനേ മേ മൗജൂദ് ഹൈ. ശ്രദ്ധിച്ചോളൂ, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഅദ് വിശാലമായി പറഞ്ഞു തന്ന ആളാണല്ലോ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഅദിന്റെ ഒരു ഭാഗം ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. മഹാനവർകൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വലാത്തല്ലേ നിങ്ങൾ? അല്ലാഹു നമ്മുടെ ഖൽബിന് വിശാലത തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബിന് വിശാലത തരട്ടെ. ഞാൻ ഈ വിഷയം ഇങ്ങനെ പല ഭാഗത്തും ഈ ഓട്ടപ്പാച്ചിൽ നടക്കേ, സ്ഥാപനം തലയിലുണ്ടായ തന്നെ പിന്നെ ഒന്നിനൊരു സമയം കിട്ടൂല, വായിക്കാൻ സമയം കിട്ടൂലല്ലോ. ഓട്ടപ്പാച്ചിൽ നടക്ക് ഞാൻ ഈ ഇത് സംബന്ധമായുള്ള ഹദീസുകളൊക്കെ തെരഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ചില പ്രധാന ഹദീസുകളാണ് ഞാൻ ഇന്ന് പറയുന്നത്. വേറൊന്നും ഞാൻ പറയുന്നില്ല. എങ്ങോട്ടാണ് ഈ സാഹചര്യങ്ങളുടെ പോക്കെന്ന് ഓർമ്മപ്പെടുത്താൻ, അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് വഅദ് പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, തകൂനൻ നബുവ്വതു ഫീകും മാഷാ അല്ലാഹു അൻ തകൂൻ. പ്രവാചകത്വം നിങ്ങളിൽ എത്ര കാലം നിലനിൽക്കണം എന്നാണോ അള്ളാഹു തീരുമാനിച്ചത്, അത്രയും കാലം നിങ്ങളിൽ പ്രവാചകത്വം നിലനിൽക്കും. പ്രവാചകത്വം നിലനിൽക്കുന്ന നബിയായ ഞങ്ങളുടെ ഇടയിൽ അള്ളാഹു എത്ര കാലാണോ എന്നെ വിട്ടത് അത്ര കാലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم يرفعها, പിന്നെ അല്ലാഹു ആ നബുവത്തിനെ ഉയർത്തിക്കളയുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്നെ അല്ലാഹു മരിപ്പിക്കുന്നതാണ്. ഇദാ ശാഅ യർഫഅഹാ ثم تكون خلافة على منهاج النبوة. പിന്നെ എന്റെ കാലശേഷം വരാനുള്ളത് ഖിലാഫത്തിന്റെ ഭരണമാണ്, ഖലീഫമാരുടെ ഭരണമാണ്. എന്റെ കാലശേഷം വരാനുള്ളത് ഖിലാഫത്താണ്, ഖലീഫമാരുടെ ഭരണമാണ്. ആ ഖലീഫമാരുടെ ഭരണം ഏത് രീതിയിലാണ്? അലാ മിൻഹാജിൻ നബുവ, ഞാൻ നിങ്ങളിൽ എങ്ങനെയാണോ ഭരണം നടത്തിയത് അതേ നിഷ്ഠയിലായിരിക്കും എന്റെ ഖുലഫാക്കളുടെ ഭരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സമയം നമ്മളെടുത്ത് വിശദീകരിക്കാനില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഈ 4 മഹാന്മാരുടെ ഭരണമാണ് അല്ലാഹുവിന്റെ ഹബീബ ഓർമ്മപ്പെടുത്തിയത്. അലാ മിൻഹാജിൻ നബുവ, അത് ഞാൻ ഏത് രീതിയിലാണോ ഭരണം നടത്തിയത് നബുവത്തിന്റെ നേർരേഖയിലായിരിക്കും ആ ഭരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്ക് മതി എന്താ നിങ്ങള് ഈ ഖുലഫാക്കൾ എടുത്ത തീരുമാനമൊന്നും പയക്കൂല എന്ന് പറയാൻ. പിന്നെങ്ങനെ ഉമർ അങ്ങനെ 20 ചോദ്യം തന്നെ കടന്നുപോയ ചോദ്യ. പിന്നെങ്ങനെ ഉമർ അങ്ങോട്ട് 20 കടന്നുപോയ ചോദ്യമാണത്. അലാ മിൻഹാജിൻ നബുവ, എന്റെ ഖുലഫാക്കൾക്ക് തെറ്റുപറ്റില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രവാചകത്വത്തിന്റെ നേർരേഖയിലുള്ള ഭരണമാകും എന്റെ ഖുലഫാക്കളുടെ ഭരണമെന്ന്. ഫതകൂന മാഷാ അല്ലാഹു അൻ തകൂൻ, അല്ലാഹു ഉദ്ദേശിച്ച കാലം അത്രയും പിന്നീട് അത് നിലനിൽക്കുന്നതാണ്.
നീ കേൾക്കണേ, എന്റെ ഖുലഫാക്കളുടെ ഭരണം കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത്, ഇസ്ലാമിക ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്, പിന്നെ ഭരണത്തിൽ കടിച്ചു പിടിച്ചു നിൽക്കുന്ന ഭരണാധികാരികളാണ് വരാൻ പോകുന്നത്. രാജഭരണമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിചാരിക്കാൻ ഈ വിഷയം ഇന്ത്യയിൽ വെച്ച് പറയാൻ കഴിയുന്ന പോലെ സ്വാതന്ത്ര്യത്തിൽ ഒരു ഇസ്ലാമിക രാജ്യത്ത് വെച്ച് പോലും പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഓർത്തുപോകുന്നത് എന്റെ അല്ലാമ ഇഖ്ബാലിന്റെ വാക്കുകളാണ്. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ, ഹം ബുൽബുലേ ഹൈ ഇസ്കേ ഹേ ഗുൽശിതാൻ ഹമാരാ. എന്റെ രാജ്യമായ ഇന്ത്യ എത്ര നല്ല രാജ്യമെന്ന് ഇഖ്ബാൽ പാടി പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, പിന്നെ ഇസ്ലാമിക ലോകത്ത് വരാൻ പോകുന്നത് ഭരണത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഭരണാധികാരികളാകും, രാജാക്കന്മാരായിരിക്കും. ആ ഭരണം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മാഷാ അല്ലാഹു അൻ തകൂൻ, അല്ലാഹു ഉദ്ദേശിക്കുന്ന കാലമത്രയും. സുമ്മ യർഫൗഹാ, പിന്നെ അതിന്റെ സമയം കഴിഞ്ഞാൽ അല്ലാഹു ആ ഭരണ സംവിധാനങ്ങളെയും ഉയർത്തിക്കളയും. പിന്നെ സ്വേച്ഛാധിപതികളായ രാജാക്കളാകും എന്റെ ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്ത് വരുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. 14 നൂറ്റാണ്ട് മുമ്പ് മദീനത്തെ മല്ലാരണത്തിൽ നിന്നിട്ടേ 1300 ചില്ലാനം കൊല്ലപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി ഞങ്ങളോട് വഅൽ പറഞ്ഞു തന്നത് അങ്ങനെയാണ്. സ്വേച്ഛാധിപതികളായ രാജാക്കന്മാരായിരിക്കും പിന്നീട് എന്റെ ഉമ്മത്തിന്റെ നേതൃത്വത്തിന്റെ തലപ്പത്ത് വരുന്നത്. അല്ലേ സ്വേച്ഛാധിപതികൾ? നിങ്ങൾ അറിഞ്ഞോ, പെണ്ണുങ്ങൾക്ക് ഷെഡിങ് പ്രഷർ ഇട്ടിട്ട് നടക്കാനുള്ള ലൈസൻസ് കൊടുക്കാൻ പോവാ മക്കയും മദീനയുള്ള ഒരു രാജ്യത്ത്. ചോദ്യം ചെയ്യാൻ പാടില്ല. മുൽക്കൻ ജബരിയ, ചോദ്യം ചെയ്യുന്നവരെ ജയിലിലടക്കപ്പെടുന്ന കാലം, ചോദ്യം ചെയ്യപ്പെടുന്ന ആലിമീങ്ങൾ പിന്നെ വെളിച്ചമുള്ള ലോകം കാണാതെ മരണം വരെ ഇരുട്ടറയിൽ കഴിയേണ്ട കാലം. തുമ്മയകോന മുൽക്കൻ ജബരിയ, സ്വേച്ഛാധിപതികളായ രാജാക്കന്മാർ വരും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കേട്ടോളൂ, തുമ്മ തകൂനു മാഷാ അല്ലാഹു അയകൂൻ, അൻ തകൂൻ, അല്ലാഹു ഉദ്ദേശിച്ച കാലമത്രം ആ സ്വേച്ഛാധിപത്യ ഭരണം നടക്കുന്നതാണ്. തുമ്മ യർഫൗഹാ, ഇതിന് അന്ത്യമില്ലെന്ന് മനസ്സിലാക്കണ്ട. ആ സ്വേച്ഛാധിപതികളായ ഭരണകർത്താക്കളുടെ ഭരണ സംവിധാനങ്ങളെയും അല്ലാഹു എടുത്തുകളയുന്നതാണ്. അല്ലാഹു ഉദ്ദേശിച്ച സമയമായാൽ പിന്നെ ഒരു ഖലീഫ വരാനുണ്ട്. ആ ഖലീഫ ഞാൻ ഭരണം നടത്തിയത് ഏത് രേഖയിലാണോ ആ രേഖയിലായിരിക്കും ആ ഖലീഫയുടെ ഭരണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാണത് ഇമാം മഹദി റളിയല്ലാഹു അൻഹു ദാ ഇവിടെ അടുത്തേടോ എത്തിയിട്ടുണ്ട്. തുമ്മ തകൂനു ഖിലാഫ, പിന്നെ ഒരു ഖലീഫ വരും, പിന്നെ ഒരു ഖലീഫ വരും. ഞാൻ എങ്ങനെയാണോ ഭരണം നടത്തിയത് അതേ സത്യത്തിലായിരിക്കും ആ ഖലീഫയുടെ ഭരണം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ പോവാൻ, പെണ്ണുങ്ങൾ വണ്ടി ഓട്ടാൻ പോവാൻ. ഒരുപക്ഷെ കുറെ കാലം കഴിഞ്ഞാൽ, കുറെ കാലമൊന്നും കഴിഞ്ഞണ്ട, അടുത്തു വരാൻ പോവാൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, പാരിസുകൾ നിർമ്മിക്കപ്പെടാൻ പോവാൻ, പാരിസ് പോലെയുള്ള സിറ്റികൾ വരാൻ പോവാൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചോളൂ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അടുത്ത ഹദീസ്, ഹമായ പ്രതിഫലം അല്ലാഹുവേ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു ചേരാൻ ആ ഒരു നന്മയല്ലാതെ ഞങ്ങളൊന്നും കാണുന്നില്ല. റബ്ബനാ നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. റസൂലുള്ളാഹി അന്ന് പറഞ്ഞതൊക്കെ അങ്ങനെ പറഞ്ഞ അർത്ഥം വെച്ചു തരാൻ അല്ലാഹു നൽകിയൊരു സൗഭാഗ്യമാണ്. പടച്ച റബ്ബേ, ഇൽമ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അങ്ങനൊക്കെ സംഭവിച്ചാൽ എന്താണ് വരാൻ പോകുന്നത്?
അയൽക്കാപ്പ ഈ പോക്ക് ശ്രദ്ധിച്ചോട്ടോ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ, കുന്നാ ഖുഊദൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫദക്കറൽ ഫിതന, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്നു. റസൂലുള്ളാഹി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫദക്കറൽ ഫിതന, ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന നാശങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് എണ്ണിത്തന്നു. ഫഅക്തറ ഫീ ദിക്രിഹാ, ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന എല്ലാ നാശങ്ങളും റസൂലുള്ളാഹി അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു. ഹത്താ ദക്കറ ഫിത്നത്തുൽ അഹ്ലാസ്, ഫിത്നത്തുൽ അഹ്ലാസിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി ഞങ്ങളോട് ഫിത്നത്തുൽ അഹ്ലാസ് എന്ന് പറയുന്ന ഒരു നാശം വരാനുണ്ടെന്ന് പറഞ്ഞു. ഖാല ഖായിലുൻ യാ റസൂലല്ലാഹ്, അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു, നബിയേ വമാ ഫിത്നത്തുൽ അഹ്ലാസ്, എന്താണ് യാ റസൂലല്ലാഹ് ഫിത്നത്തുൽ അഹ്ലാസ്? ഖാല, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഹിയ ഹർബുൻ വഹർബുൻ, ഹിയ ഹർബുൻ വഹർബുൻ, അത് ഹർബുമാണ് എന്ന്. എന്താണ് ഹർബ് ബിൽ ഹായി? ഹർബ് എന്ന് പറഞ്ഞാൽ പരസ്പരം വിദ്വേഷമുണ്ടാകും. പരസ്പര വിദ്വേഷം, ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ വിദ്വേഷം, മുസ്ലിം സഹോദരങ്ങൾ തമ്മിൽ വിദ്വേഷം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതൊക്കെയും ഒരേ കാലഘട്ടത്തിന്റെ സ്വഭാവമായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിത്തരികയാണ്. നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് പരസ്പര വിദ്വേഷമുണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹീമായ റബ്ബേ, അല്ലാഹുവേ, ഈ സംരംഭത്തെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാഹ്. എല്ലാവരും അകമഴിഞ്ഞു കൊടുക്കണം. നമ്മളെ കുട്ടികളെ പരിപാടി കടായി പോകാൻ പറ്റൂലല്ലോ. കടായാൽ പിന്നെ വല്ല അടുത്തെല്ലാം പറയും ഗാനമേള നടത്തുക, ലാഭം ഉണ്ടാവും. ഓല് പറയില്ലട്ടോ, ഒരു നല്ല മക്കളാ. അപ്പം എല്ലാവരും സഹായിച്ചു കൊടുക്കണം, കടം വരരുത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, വമാ ഫിത്നത്തുൽ അഹ്ലാസ്, എന്താണ് ഹബീബായ നബി ഫിത്നത്തുൽ അഹ്ലാസ്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഹിയ ഹർബുൻ വഹർബുൻ, ഹർബും ഹർബുമാണ്. ഹർബ് പറഞ്ഞ വിദ്വേഷം, ദേഷ്യം. മുസ്ലിങ്ങൾക്കിടയിൽ വിദ്വേഷം, ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ വിദ്വേഷം, മുസ്ലിങ്ങളിൽ അവാന്തര വിഭാഗങ്ങളായി അവർക്കിടയിൽ വിദ്വേഷം. അല്ലേ, പണ്ടേ ഉണ്ടല്ലോ മുസ്ലിങ്ങൾക്കിടയിൽ അവാന്തര വിഭാഗമൊക്കെ. പക്ഷെ അവാന്തര വിഭാഗങ്ങൾ ഇത്രമാത്രം വിരോധം വെച്ചൊരു കാലം നമ്മളെ കാലത്ത് ഓർമ്മ ഉണ്ടോ? ശ്രദ്ധിക്കണങ്ങൾ. ഇത്രമാത്രം വിദ്വേഷം ഇസ്ലാമിക രാജ്യങ്ങളിൽ പരസ്പരം പോരടിക്കുന്നവരാരാ? സ്ത്രീയിൽ പോരടിക്കുന്നതാരാ? മുസ്ലിം വിഭാഗങ്ങൾ തന്നെ. അല്ലേ, നമ്മുടെ നാടുകളിൽ പോരടിക്കുന്നവരാരാ? മുസ്ലിം വിഭാഗങ്ങൾ തന്നെ. പള്ളിക്ക് പകരം പള്ളികൾ, മതസ്ഥാപനങ്ങൾക്ക് പകരം മതസ്ഥാപനങ്ങൾ, മദ്രസകൾക്ക് പകരം മദ്രസകൾ, ഖാദിമാർക്ക് പകരം ഖാദിമാർ. അങ്ങനല്ലേ, മൗലൂദിന് പകരം മൗലൂദ്. മൗലൂദിന് ഞാൻ ചോദിക്കട്ടെ, ഒരു നാട്ടിലൂടെ ഒരു കുട്ടികൾ ദഫൊക്കെ അടിച്ചിട്ട് നബിദിനൊക്കെ നടത്തി ഇങ്ങനെ പോയി, പിന്നെ പിറ്റേന്ന് വേറൊന്ന് കാണുമ്പോൾ ആ നാട്ടിൽ ആ മുസ്ലിങ്ങൾ എന്ത് കരുതും? ആ നാട്ടിലുള്ള അന്യമതസ്ഥരെന്ത് കരുതും? എന്റെ സഹോദര, ഹിയ ഹർബുൻ, പരസ്പരം വിദ്വേഷം. ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലേക്ക് ആ വിദ്വേഷം വളർന്ന് പന്തലിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലുള്ള വിദ്വേഷം ഹർബുൻ. ഇനി കേട്ടോളൂ, രണ്ടാമത്തത് എന്താ? ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാകും. ഹർബുൻ, ഒളിച്ചോട്ടം. 14 നൂറ്റാണ്ട് മുമ്പ് ഷഫീഉൽ വറ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ സ്വത്തിനും ശരീരത്തിനും നഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള യുദ്ധങ്ങളും നാശങ്ങളും ഉണ്ടാകും. അതാണ് ഹർബ് എന്നതിന്റെ അർത്ഥം. ഹർബുൻ വഹർബുൻ രണ്ടുണ്ടാവും. ഫിത്നത്തുൽ ഹലാസ് എന്ന് പറയുന്ന നാശത്തിന്റെ സ്വഭാവം അതാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല സ്വലാത്തല്ലേ നിങ്ങൾ? കുറച്ചു നേരം നമ്മൾ ഹദീസ് പറയാം. റസൂലുള്ളാഹിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഹബീബിനെ കേൾക്കാൻ പറ്റിയില്ലേ? അള്ളാഹു സ്വർഗ്ഗത്തിൽ ആ റസൂലുള്ളാഹിനെ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര മനുഷ്യന്മാർ നമ്മൾക്കിടയിൽ റസൂലുള്ളാഹി എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓൽക്ക് ആകെ അല്ലേ ഓലെ കോലക്കട് മാറൂലേ? എന്താ കാരണം? അവർക്ക് ഈ സത്യം അള്ളാഹു കൊടുത്തില്ല. നമുക്ക് കാണാൻ റസൂലുള്ളാഹിനെ പറ്റിയില്ലെങ്കിലും കേൾക്കാൻ തൗഫീഖ് ചെയ്തില്ലേ? നമ്മളിങ്ങനെ കേട്ടിട്ട് മനം കുളിർക്കല്ലേ? പഠിച്ചോനെ ആ ഹബീബിനെ കാണാൻ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ഈ സദസ്സതിന് കാരണമാക്കണേ റബ്ബേ. ഈ മുറ്റത്ത് വെച്ച് ചൊല്ലുന്ന സ്വലാത്തുകൾ അതിന് കാരണമാക്കി തരണേ റബ്ബേ. പിന്നെ വരാൻ പോകുന്നത് ദുഹൈമാ എന്ന് പറയുന്ന നാശമാണ്. ദുഹൈമാ, ഈ അഹ്ലാസ് എന്നുള്ള ശരിക്കും ഹിൽസ് എന്നുള്ളതാണ്. ഹിൽസ് എന്തിനാ പറയില്ല നിങ്ങളെ? കുതിരൻ്റെ ഒക്കെ പുറത്ത് കയറുന്ന ആള് കുതിരൻ്റെ പുറത്ത് ഒരു 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 വസ്ത്രം വിരിക്കും, അതിനാ ഹിൽസ് എന്ന് പറയാം. അഹ്ലാസ് അതിൻ്റെ ജമ്മ. ഏതുമാതിരി കാറിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ നമ്മൾ എന്ത് വിരിക്കും? ഒരു ടർക്കി വിരിക്കും. അതേപോലെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ പറയുക? ഈ ഫിത്നത്തുൽ ഹലാസ് ഉമ്മത്തിലെ എല്ലാവരെയും ബാധിക്കുന്ന. കാരണം ആ സീറ്റിൽ മുഴുവനും ഉണ്ടാവുമല്ലോ. നമ്മൾ വിരിക്കണ സീറ്റിൽ മുഴുവനും ഉണ്ടാവും. ഇപ്പം എല്ലായിടത്തും ഉണ്ടാവും. ശരിയല്ലേ? ബംഗ്ലാദേശിലുണ്ടോ? അവിടെയുണ്ട്. പാകിസ്ഥാനിലുണ്ടോ? അവിടെയുണ്ട്. എല്ലായിടത്തും ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് ഫിത്നത്തുദ് ദുഹൈമാ. ഫിത്നത്തുദ് ദുഹൈമാ എന്ന് പറയുന്ന നാശമാണ്. എന്താ നാശത്തിന്റെ പ്രത്യേകത? കേട്ടോളിട്ടോ. പുണ്യ നബിയാ പറഞ്ഞത്. ഒരക്ഷരത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. എന്റെ സമുദായത്തിൽ നിന്നൊരു കുഞ്ഞു കുട്ടി പോലും അതിൽ നിന്ന് ഒഴിവാവില്ല. ദുഹൈമ എന്ന് പറയുന്ന നാശം എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളെയും സ്പർശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ ലത്മതുഹു ലത്മ, എല്ലാവരെയും അതൊന്ന് അടിച്ചിട്ടേ പോവുകയുള്ളൂ. ലത്തമ എന്ന് പറഞ്ഞാൽ അടിക്കണേനാ പറയാ, മൂത്തടിക്കാൻ. അപ്പൊ എല്ലാവർക്കും ഒരു അടി കിട്ടിയ മാതിരിയാവും. നിങ്ങൾ ഉറങ്ങാണോ? അടി കിട്ടിയാലുണ്ട് ഇപ്പൊ തന്നെ അല്ലേ? ഇല്ലാ ലത്തമതുഹു ലത്മ, എല്ലാരും ഒന്ന് അടിച്ചിട്ടേ ആ നാശം അടങ്ങുകയുള്ളൂ. ആരെ? ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മ. ഉണ്ടോ? അമേരിക്കയിലെല്ലാ നാശം ഉണ്ടാവുക, ഇംഗ്ലണ്ടിലെല്ലാ നാശം ഉണ്ടാവുക, ഓസ്ട്രേലിയയിലെല്ലാ നാശം ഉണ്ടാവുക. കേൾക്കണം നിങ്ങൾ, ഹദീസാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഒരു ചെറിയ കുഞ്ഞുകുട്ടിയെ പോലും ആ നാശം ദുഹൈമാ നാശം ബാധിക്കുന്നതാണ്. ഫഇദാ ഖീല, എന്താ നമ്മൾ പിന്നെ പറയട്ടോ? ഫഇദാ ഖീല, പറയപ്പെട്ടാൽ ഇൻഖലത്, ആ നാശം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് തമാദത്, പിന്നെയും ആ നാശം രണ്ടാമത് ആദ്യത്തെക്കാൾ ഏറെ ശക്തിയിൽ ആഞ്ഞടിക്കുന്നതാണ്. യുസ്ബിഹുർ റജുലു ഫീഹാ മുഅ്മിന, ആ കാലമാകുമ്പോൾ രാവിലെ ഒരാൾ മുഅ്മിനായിരിക്കും. വൈകുന്നേരമാകുമ്പോഴേക്ക് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാകും. ഹത്താ യസീറന്നാസു ഇലാ ഫിസ്താതൈൻ, അന്ന് എന്റെ ഉമ്മത്തിലുള്ള ആളുകൾ രണ്ട് വിഭാഗമായി മാറുന്നതാണ്. ഒന്ന് ഫിസ്താതു ഈമാൻ ലാ നിഫാഖ ഫീഹി, തീരെ കാപട്യം കടന്നിട്ടില്ലാത്ത മുഅ്മിനീങ്ങളാണ് ഒന്ന്. വഫിസ്താതു നിഫാഖ്, രണ്ടാമത്തെ വിഭാഗമാരാണ് കപടന്മാരാണ്. ലാ ഈമാന ഫീ, അവരിൽ ഈമാനേ ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? മുസ്ലിം ഉമ്മത്ത് രണ്ട് പാർട്ടിയായി മാറും. അതിൽ ഒന്നിലേ ഈമാൻ ഉണ്ടാവുള്ളൂ, മറ്റേതിൽ നിഫാഖാവുന്ന. ഒന്നിലാണ് ഈമാൻ ഉണ്ടാവുക, മറ്റതിൽ നിഫാഖാകും, കപടമാകും, കാപ്പട്യം. ഞാനല്ലതൊന്നും പറയണത്. 14 നൂറ്റാണ്ട് മുമ്പ് അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി എന്നിട്ട് പറയാ ഫൈദാ കാനദാകും, ഇങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ഉമ്മത്തിൽ നിങ്ങൾ കണ്ടാൽ ഫന്തലറു ദജ്ജാൽ മിൻ യൗമിഹി ഔ ഗദിഹി, അന്നോ അതിന്റെ പിറ്റേ ദിവസമോ നിങ്ങൾ ദജ്ജാലിനെ കാത്തുകൊള്ളണമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ്, അഹ്മദ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ, എന്താണ് ദുഹൈമാ നാശം എന്ന് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതിനു മുമ്പ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ പറയുകയാണ്, സ്വഹാബികളോട് പറയുകയാണ്, സ്വഹാബാ ഇന്നകും ഇബ്തുലീതും ബിഫിത്നത്തിൽ ലറാഇ, ഫിത്നത്തുൽ ലറാ, പ്രയാസങ്ങളിൽ വരുന്ന നാശം അത് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്വഹാബ. ഫസബർതും, ആ നാശം നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾ നന്നായി ക്ഷമിച്ചല്ല സ്വഹാബ. വസതുബ്തലൂന ബിഫിത്നത്തിസ് സറാ, ഇനിയൊരു നാശം വരാനുണ്ട്. ആ നാശത്തിന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫിത്നത്തുസ് സറാ, ക്ഷേമത്തിലെ നാശമെന്നാണ്. അല്ലോ ശ്രദ്ധിക്കണേ, ക്ഷേമത്തിലെ നാശമെന്ന് ഖാലു, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ സന്തോഷ കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന് പെടുപെടാനിരിക്കുന്ന നാശം എന്ന മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, വമാ ഫിത്നത്തുസ് സറാ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തങ്ങളെ, മുസ്ലിങ്ങൾക്ക് സന്തോഷാവസ്ഥയിൽ വരുന്ന നാശം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? എന്തേ ക്ഷേമ കാലഘട്ടത്തിൽ, സന്തോഷ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെ പിടിപെടുന്ന നാശമെന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഏതു കാലഘട്ടത്തിലാ നാശമെന്നറിയുമോ? ഇദാ ലബിസൻ നിസാഉ അസബൽ യമൻ, ഏതു കാലഘട്ടത്തിലാ? മാത്രമല്ല വരിബാതശ് ശാം, എന്റെ സമുദായത്തിലുള്ള പെണ്ണുങ്ങൾ വിദേശ നിർമ്മിതമായ വസ്ത്രങ്ങളും വേഷവിധാനങ്ങളും അനുകരിക്കുന്ന കാലം എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലോ സ്വലാത്തല്ലേ നിങ്ങൾ എന്തെന്ത് ഇദാ ലബിസൻ നിസാഉ അസബൽ യമൻ വരിബാതശ് ശാം, യമനിലും ഷാമിലും നിർമ്മിതമാകുന്ന വസ്ത്രങ്ങൾ, അവിടെ ആ രാജ്യങ്ങളിൽ നിർമ്മിതമാകുന്ന വസ്ത്രങ്ങളും വേഷവിധാനങ്ങളും എന്റെ സമൂഹം അത് അവരുടെ ചര്യയായി വേഷമാക്കി മാറ്റുന്ന കാലമെന്ന്, പെണ്ണുങ്ങൾ മാറ്റുന്ന കാലമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു തരികയാണ്. യമൻ ഷാം എന്നെന്തുകൊണ്ടാന്ന് പറഞ്ഞത്? അന്ന് ലോകത്ത് മേത്തരം വസ്ത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്ന സ്ഥലങ്ങളായിരുന്നു യമനും ഷാമും. അതുകൊണ്ടാണ് അന്ന് ലോകമാർക്കറ്റിൽ സ്ഥാനമുണ്ടായിരുന്നത് യമനും ഷാമിനുമായിരുന്നു. ഇന്നോ ജർമ്മനിയും ജപ്പാനും ചൈനയും അമേരിക്കയും അതേപോലെ ഇംഗ്ലണ്ടും ഒക്കെ പോലെ അന്ന് യമനും ഷാമുമായിരുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ കാലഘട്ടത്തിലെ വിദേശ മാർക്കറ്റുകളിൽ ലഭ്യമാകുന്ന വേഷവിധാനം എന്റെ ഉമ്മത്ത് ധരിക്കുന്ന കാലമായാൽ, എന്റെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ ധരിക്കുന്ന കാലമായാൽ, 14 നൂറ്റാണ്ട് മുമ്പ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ആ കാലം എന്റെ സമുദായത്തിന് ഐശ്വര്യത്തിന്റെ കാലമാവും. ശരിയല്ലേ? നമ്മളെ വീട്ടിൽ കുട്ടികളുടെ ഡ്രസ്സ് എവിടെയുള്ള ഡ്രസ്സാ? ഒരു 100 കൊല്ലം മുമ്പ് നിർമ്മിക്കുന്ന ഡ്രസ്സ് നമ്മളെ കുട്ടികളുടെ, ബോംബെയിലോ ബാംഗ്ലൂരൊക്കെ നിർമ്മിക്കുന്ന ഡ്രസ്സ് നമ്മളെ കുട്ടികളുടെ. ഇപ്പോഴോ ചൈന, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ദുബായിൽ നമ്മൾ വരുമ്പോ, ഷാർജയിൽ നമ്മൾ വരുമ്പോ, അബുദാബിയിൽ നിന്ന് വരുമ്പോൾ, സൗദിയിൽ നിന്ന് വരുമ്പോൾ, ഖത്തറിൽ നിന്ന്, ഒമാനിൽ നിന്ന്, നമ്മൾ ബഹ്റൈനിൽ നിന്ന്, കുവൈത്തിൽ നിന്നൊക്കെ വരുമ്പോ നമ്മൾ കൊണ്ടുവരുന്ന എന്താ? നമ്മൾ കൊണ്ടുവരുന്ന അവിടങ്ങളിലൊക്കെ ഉള്ള ഡ്രസ്സാ കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മളെ കുട്ടിയേക്കും ഭാര്യയ്ക്കോ തട്ടു കൊടുക്കണം. പെൺകുട്ടികൾ ജീൻസ് ധരിക്കുക, പെൺകുട്ടികൾ പാന്റ് ധരിക്കുക നമ്മുടെ സംസ്കാരമല്ല, അത് പാശ്ചാത്യന്റെ സംസ്കാരമാണ്. ഇദാ ലബിസൻ നിസാഉ അസബൽ യമൻ വരിബാതശ് ശാം,
വിദേശ വേഷവിധാനങ്ങളെ എന്റെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ അനുകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്താൽ അന്നാണ് എന്റെ ഉമ്മത്തിന് നാശം വരുന്നതെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്. നീ കേൾക്കണം കേട്ടോ. ഒന്ന്, പെണ്ണുങ്ങൾ യൂറോപ്പിന്റെയും അതേപോലെ മറ്റു വിദേശ രാജ്യങ്ങളുടെയും സ്ത്രീകളുടെ വേഷവിധാനം ഒരു ധരിക്കാൻ തുടങ്ങും. മലപ്പുറത്ത് 2-3 പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്തില്ലേ, ഭയങ്കര പ്രശ്നമാവും. ചില ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർ ചോദിക്കും, എന്താ പെണ്ണിന് സ്വാതന്ത്ര്യമല്ലേ, ഒക്കെ ചെയ്തൂടെ? എല്ലാം ചെയ്യാൻ പറ്റുമോ? അവനവൻ്റെ വീട്ടിലെല്ലാം ചെയ്യാൻ പറ്റുമോ? എന്താ മതാജി, നിങ്ങളെ വീട്ടിലെല്ലാം ചെയ്യാൻ നിങ്ങളെ മക്കളെ സമ്മതിക്കും? നിങ്ങൾ ഇല്ല, എൻ്റെ വീടാ, അത് നിങ്ങളെ വീട്ടിൽ നോക്കിയാൽ മതി എന്നാ പറയാ മക്കളോട്. ഇത് അള്ളാഹുവിൻ്റെ പ്രപഞ്ച, റബ്ബിന്റെ ഭൂമിയാണ്. ആരാ നമ്മളെ സൃഷ്ടിച്ചത്? ആ അള്ളാഹുവിന് ചില താല്പര്യങ്ങളുണ്ട്. പെണ്ണുങ്ങൾ വേഷവിധാനങ്ങളെല്ലാം യൂറോപ്യൻ സ്റ്റൈലിലേക്ക്, പാശ്ചാത്യരുടെ ജീവിത ശൈലിയിലേക്ക് എന്റെ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ നീങ്ങിയാൽ അന്നാണ് ഐശ്വര്യത്തിൽ നിങ്ങളെ പിടികൂടാനുള്ള നാശമെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇല്ലേ, പൈസ ഇഷ്ടംപോലുണ്ട്, സമാധാനം ഉണ്ടോ? ഇപ്പൊ എന്താ സ്ഥിതി? എന്താവും വലിയ ബേജാറാണ്. ഈ യൂസുഫ് എന്നോട് പറഞ്ഞല്ലോ, ഗൾഫിൽ നിന്ന് ചില ആളുകൾ അവരോട് വിളിച്ചു പറഞ്ഞത്, ഇനി പുതുതായി സംരംഭങ്ങളൊന്നും ഏറ്റെടുക്കണ്ട, ഏറ്റെടുത്തതൊക്കെ ചെറിയ രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയുമോ, നിങ്ങൾ ശ്രമിച്ചോളൂ. ബേജാറാണ്. എന്താ കാരണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൽബിലേക്ക് എറിഞ്ഞു തന്നിരിക്കുന്ന ബേജാറാണ്. ഒരാളെ മുമ്പിൽ 10 കോടി റുപ്യുണ്ട്, അയാൾക്ക് മനസ്സമാധാനമില്ല. ഉണ്ടായിട്ട് എന്താ കാര്യം? ഉമ്മ, ഉണ്ടായിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സമാധാനമുണ്ടോ? ആരാണ് കാരണക്കാർ? കാരണക്കാർ ഒന്നാമത്തെ പ്രതി നിങ്ങൾ തന്നെയാണ്. ഇദാ ലബിസൻ നിസാഉ അസബൽ യമൻ വരിബാതശ്ശാം. മാത്രമല്ല അടുത്ത ഹദീസ്, ഫഅതഅബനൽ ഗനിയ, എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ധനികരാണെങ്കിൽ പോലും അവരുടെ ആവശ്യങ്ങൾ പറയുന്നത് നിർവഹിച്ചു കൊടുക്കാൻ കഴിയാതെ അവർ പെണ്ണുങ്ങൾ എന്റെ സമുദായത്തിലെ ഭർത്താക്കന്മാരെ ക്ഷീണിപ്പിക്കുന്ന കാലമായിരിക്കും അത്. വകല്ലഫ്നൽ ഫഖീർ മാ ലാ യജിദു, പാവപ്പെട്ട മനുഷ്യനാണോ അയാൾക്ക് ചെയ്യാൻ കഴിയാത്തത് പോലും ചെയ്യണം എന്ന് എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ നിർബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലകമാകുമത്. അങ്ങനെ എൻ്റെ സമുദായത്തിലെ പല ആണുങ്ങളും കടക്കടിയിൽപ്പെട്ടും വിഷമിച്ചും പ്രയാസപ്പെട്ടും കഴിയും. പലരും ഗൾഫ് പൊണ്ടി നിന്നുണ്ടാ. എന്നോടൊരു സുഹൃത്തൊരിക്കൽ പറഞ്ഞാലോ, എൻ്റെ പള്ളിയിൽ വന്നിട്ട്, ഉസ്താദേ, ഞാൻ അന്ന് കുറേ മുമ്പാണ് ഒരു 600 റുപ്യൻ്റെ ജോലി ഞാൻ ഇപ്പം എടുക്കുന്നുണ്ട്, ഒരു മാസത്തിൽ 18,000 റുപ്യ ഞാൻ ഉണ്ടാക്കണ്ടേ, എനിക്ക് ഗൾഫ് പോകാൻ തീരെ ഇഷ്ടമില്ല, എൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കൂടെ ജീവിക്കാൻ എനിക്കിഷ്ടം. പക്ഷെ ഇയാൾ പറയാം, ഭാര്യ എന്നും ഇയാളോട് പറയത്രേ, നിങ്ങൾ മാത്രമേ പൊട്ടൻ, നിങ്ങളെന്താ ഗൾഫ് പോകത്ത്. ഇയാൾ പറയും, എനിക്ക് എൻ്റെ കുട്ടികളെ കാണാൻ കഴിയില്ല, ഞാൻ എന്താ ചെയ്യാം? അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ അവളങ്ങനെ പറയണേ? അപ്പം എന്നോട് ഞോളിങ്ങനെ പറയും, ഞമ്മക്കും വേണ്ടേ, അതാ അവിടെ കണ്ടില്ല നിങ്ങൾ വലിയൊരു വാർപ്പിൻ്റെ പെര, ഞമ്മക്കും അങ്ങനെ പെര വേണ്ടേ? അവൻ പറയാണ്, തറവാട് എനിക്കാ കിട്ടിയത്, ഓടുത്ത നല്ല വീടാണ്. എന്നാലും ഓൾ എന്നോട് പറയും, നമ്മൾ അതേമാതിരി വീട് വേണ്ടേ? ആ വീടിൻ്റെ മുറ്റത്ത് കണ്ടില്ലേ നിങ്ങൾ വണ്ടി, അതേപോലെ ഒരു വാഹനം നമുക്ക് വേണ്ടേ? വഖല്ലഫ്നൽ ഗനിയ, ധനികനാണെങ്കിൽ പോലും അയാൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എൻ്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾ അവരോട് കീർത്തിച്ചു കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ കോലം മാറൂന്ന്. അതാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭാവന കുറയോ നിങ്ങൾക്കറിയില്ല, പറയാതെക്കാൻ പറ്റുമോ? ഹദീസിലുള്ളത്. എൻ്റെ ഈ ഉമ്മമാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നും പറയുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ സമുദായത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എങ്ങനെയാകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു തരികയാണ്. എന്താണ് ഫിത്നത്തു ദുഹൈമ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എൻ്റെ സമുദായത്തിലെ എല്ലാ ആളുകളെയും ആ നാശം തൊട്ടേ കടന്നു പോകൂ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ഒരു ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ നാശത്തിൽ എന്തൊക്കെ നാശങ്ങൾ അന്ന് ഉണ്ടാവുക, ആരെ എവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റൂല. ഇന്ത്യയുടെ സാഹചര്യം പോലും എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല.
പുണ്യനബി സംസാരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഉഷാറായി സ്വലാത്തില്ലേ, അധികം താമസിയാതെ നമ്മൾ ദുആർക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ സദസ്സ് അല്ലാഹു ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, തഅതീകും ബഅദീ അർബഉ ഫിതൻ, എൻ്റെ കാലശേഷം എൻ്റെ ഉമ്മത്തിൽ 4 രീതിയിലുള്ള നാശങ്ങൾ വരാനുണ്ട്. അൽഉലാ, ഒന്നാമത്തെ നാശത്തിന്റെ സ്വഭാവം എന്താണ്? യുസ്തഹല്ലു ഫീഹ ദിമാ, ആ യുദ്ധങ്ങളിലും നാശങ്ങളിലും ഒരുപാട് രക്തം ഒഴുക്കപ്പെടും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിം ഉമ്മത്തിലുണ്ടാകുന്ന ഒരു കെടുതി എന്താ, ഒരു നാശം എന്താണ്? ആ നാശത്തിന്റെ സ്വഭാവം, അതിൽ ഒരുപാട് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ നാശത്തിന്റെ സ്വഭാവം എന്താണ്, പ്രത്യേകത എന്താ? യുസ്തഹല്ലു ഫീഹ ദിമാ വൽ അംവാൽ, രണ്ടാമത്തെ നാശത്തിൽ രക്തം ഒഴിക്കപ്പെടുക മാത്രമല്ല, ധാരാളം സമ്പത്തും എന്റെ സമുദായത്തിന് നഷ്ടപ്പെടുന്നതാണ്. സ്വത്ത് നഷ്ടം ഉണ്ടാവും രണ്ടാമത്തെ യുദ്ധത്തിൽ. ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ മിണ്ടില്ല. ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ മിണ്ടുന്നില്ല. ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ മേപ്പോട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തേ എണ്ണ ഇതര സാധനങ്ങളിൽ നിന്നും പണം ഉണ്ടാക്കേണ്ടി വന്ന എന്തുകൊണ്ടാ? ഈ ഇടയെ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്വത്ത് നാശങ്ങൾ ഉണ്ടാകും. മൂന്നാമത്തെ സ്വഭാവം എന്താണ്? അത്ഥാലിഥ, മൂന്നാമത്തെ യുദ്ധത്തിന്റെ മൂന്നാമത്തെ കെടുതിയുടെ നാശത്തിന്റെ സ്വഭാവം, യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാൽ, ആ യുദ്ധങ്ങളിൽ ധാരാളം ആളുകൾ മരിക്കും. വൽ അംവാലു, സ്വത്ത് നഷ്ടമുണ്ടാകും. പോരാ, വൽ ഫുറൂജ്, എന്റെ സമുദായത്തിലെ സ്ത്രീകൾ മാനഭംഗപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 14 നൂറ്റാണ്ട് മുമ്പ് മടനാരണത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് പറയാണ്, എൻ്റെ സമുദായത്തിൽ ഒരുപാട് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുന്നു മാത്രമല്ല, സ്വത്ത് നഷ്ടമുണ്ടാകുമെന്നും മാത്രമല്ല, പിന്നെയോ വൽ ഫുറൂജ്, എന്റെ സമുദായത്തിലെ ധാരാളം സ്ത്രീകളുടെ മാനഭംഗം നഷ്ടപ്പെടും, അവർ മാനഭംഗപ്പെടുത്തപ്പെടും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോട്ടെ, നാലാമത്തെ നാശത്തിന്റെ പ്രത്യേകത എന്താ? ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരാൻ പോണ നാശത്തിന്റെ പ്രത്യേകത എന്താ? അതാണ് ദുഹൈമാ നാശം. നാലാമത്തെ നാശത്തിന്റെ പ്രത്യേകത, വറാബിയ, നാലാമത്തത് സമ്മാഉ അമ്യാഉ മുത്ബഖ തുഅറഖു ഫീഹൽ ഉമ്മതു അർകൽ അദീം. സമ്മാഉ അമ്യാഉ, നാലാമത് വരാൻ പോകുന്ന നാശം ബധിരമാണ്, മൂഖമാണ്. ബധിരമാണ്, മൂഖാണ്. കണ്ണും മൂക്കില്ലാത്ത കോലത്തിലുള്ള നാശമായിരിക്കും വരാൻ പോകുന്ന. ഇന്ന രീതിയിലുള്ള നാശാന്ന് പറയാൻ പറ്റൂല, ഇന്ന രീതിയിലുള്ള നാശമാണെന്ന് പറയാൻ പറ്റില്ല. സമ്മാഉ അമ്യാഉ, ബധിരമാണ്, മൂഖമാണ് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളുണ്ടതിൽ, ചതികളുണ്ടതിൻ്റെ ഉള്ളിൽ. മാത്രമല്ല, ആര് പറഞ്ഞാലും അതല്ലല്ലോ നീതി, അങ്ങനെ ചെയ്യരുതെന്ന് ആര് പറഞ്ഞാലും ചെവിക്കൊള്ളില്ല. അത് ശക്തമായ നാശങ്ങളാണ് എൻ്റെ ഉമ്മത്തിനെ പിടിപെടാൻ പോകുന്നത്. മുത്തുബക്ക, അതിങ്ങനെ അട്ടിയായി നിൽക്കുമെന്ന് പറഞ്ഞാൽ ഒന്നിനു പിറകെ മറ്റൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. തുഅറഖു ഫീഹൽ ഉമ്മ, ഒന്നിനു പിറകെ മറ്റൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കേവലം ഒരു ഉപരോധത്തിൽ തീരൂല, കേവലുള്ള വിദ്വേഷത്തിൽ തീരൂല. തുഅറഖു ഫീഹൽ ഉമ്മ, എന്റെ സമുദായം ആ നാശം വരുന്ന സമയത്ത് കഷ്ണമാക്കി മാറ്റപ്പെടുന്നതാണ്. അർകൽ അദീം, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. എന്റെ ഉമ്മത്ത് ആ കാലഘട്ടത്തിൽ ചിന്ന ഭിന്നമായി പോകും. കടലിലെ തിരമാലകൾ അടിക്കുന്ന പോലെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും, പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും. മനസ്സിലായില്ല നിങ്ങൾക്ക്? തിരമാലിന്റെ സ്വഭാവം എന്താ?
ഇങ്ങനെ വന്നിട്ട് കരക്കണിയും. പിന്നെ അതവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടന്നെ പോരും. ഇവിടുന്ന് അങ്ങോട്ട് ഓടിപ്പോയവർ അവിടെ നാശം വരുമ്പോ ഇങ്ങോട്ടോടുന്നു, ഇവിടെ ഉള്ളവർ അങ്ങോട്ടോടുന്നു. അവിടെ നാശം വരുമ്പോ ഇങ്ങോട്ടോടുന്നു, ഇവിടെ നാശം വരുമ്പോ മറുഭാഗത്തേക്ക് ഓടുന്നു. എന്റെ ഉമ്മത്ത് കടലിലെ തിരമാലയെ പോലെ അങ്ങും ഇങ്ങും ഓടി കളിക്കേണ്ട ഘട്ടം വരും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ, കേട്ടോളൂ കേട്ടോളൂ, ഹത്താ ലാ യജിദു അഹദും മിനൻ നാസി മൽജഅ, ജനങ്ങളിൽ എന്റെ ഉമ്മത്തിൽ ഒരാൾക്കും ഒരഭയം കിട്ടാത്ത രംഗം വരും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലേ, പണ്ട് നമ്മൾ പറയില്ലേന്ന് പല ആൾക്കാരും ഇവിടെ ഇല്ലെങ്കിൽ എന്താ ഞമ്മക്ക് അവിടെ അത്ര രാജ്യമില്ലേ, എത്ര രാജ്യമില്ലേ, ഇപ്പം എന്താ സ്ഥിതി? എൻ്റെ ഉമ്മത്തിന് ഭൂമിയിൽ ഒരു സ്ഥലത്തും അഭയം കിട്ടാത്ത ഒരവസ്ഥ വരും, മാനസികമായി എല്ലാവരും തകർന്നു പോകും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കേട്ടോളൂ, തതീഫു ബിശ്ശാം, ഈ നാശം കാര്യമായി കറങ്ങി മറയുന്നത് ഷാമിലായിരിക്കും. സിറിയ, ജോർഡാൻ, ഫലസ്തീൻ, ഷാമിലായിരിക്കും ആ നാശം കാര്യമായി കറങ്ങി നടക്കുന്നത്. ഇറാഖിനെയാണ് ആ നാശം കാര്യമായി മൂടിപ്പൊതിയുക. ഇതല്ലേ സൗദി അറേബ്യയിലുള്ളതിനേക്കാളും നാശം ഇവിടെ ഇറാഖിലല്ലേ, ഷാമിലല്ലേ. മാത്രമല്ല വതഖ്ബിതുൽ ജസീറ, കേട്ടോളൂ, വതഖ്ബിതുൽ ജസീറ, അൽ ജസീറ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ മുഴുവനും ഈ നാശം അടിച്ചല്ലാതെ പോകില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാമിനെ സിറിയയെ കാര്യമായി ബാധിക്കും, ഇറാഖിനെ കാര്യമായി ബാധിക്കും, പക്ഷേ അവിടെ നിൽക്കില്ല. വതഖ്ബിതുൽ ജസീറ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും ഈ യുദ്ധങ്ങളും കെടുതികളും ബാധിക്കുന്നതാണ്, അത് അടിക്കുന്നതാണ്. എങ്ങനെ? ബിയദിഹാ വരിജ്ലിഹാ, കൈയോണ്ടും കാലോണ്ടും ഒക്കെ അടിക്കുന്നു പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് മനസ്സിലായില്ല? കൈയോണ്ടും കാലോണ്ടും ഒക്കെ അടിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? കൈയോണ്ടും കാലോണ്ടും ഒക്കെ അടിക്കാനർത്ഥം എവിടെ അടിക്കണമെന്ന് പോകുന്നുണ്ടാവില്ല. ഭയങ്കരമായി ദേഷ്യം വരുമ്പോഴല്ലോ കൈയോണ്ടും കാലോണ്ടും ഒക്കെ അടിക്കുക. എവിടെ അടിക്കുക, എവിടെ കിട്ടാന്ന് അറിയില്ല. അപ്പൊ ഏതു ഭാഗത്തെയും ബാധിക്കാവുന്ന രീതിയിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ ഈ നാശം പിടികൂടുന്നതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വതുഅറകു ഫീഹൽ ഉമ്മത്തു ബിൽ ബലാ, എന്റെ ഉമ്മത്ത് അന്ന് പരീക്ഷണങ്ങൾ കൊണ്ട് കഷ്ടമാക്കപ്പെടുന്നതാണ്, ഛേദിക്കപ്പെടുന്നതാണ്. ثم لا يستطيع أحد من الناس يقول فيها مه. ഈ നാശമങ്ങ് തുടങ്ങിയാൽ പിന്നെ ആര് തന്നെ നിർത്തൂ എന്ന് പറഞ്ഞാലും അതിനൊരു പര്യവസാനം ഉണ്ടാവുകയില്ല. ثم لا يعرفون من ناحية إلا انتفقت من ناحية أخرى, ഒരു ഭാഗത്തത് അവസാനിച്ചു എന്നറിയുമ്പോഴേക്കും മറുഭാഗത്തത് തുടങ്ങുന്നതാണ്. വലാ യൻജൂ ഫിഹാ ഇല്ലാ മൻ ദആ ഖദ്വാഇൽ അരീഖ്. കേട്ടങ്ങള്, വലാ യൻജൂ മിൻഹാ, ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാരാൻ? ഇല്ലാ മൻ ദആ ഖദ്വാഇൽ ഗരീഖ്, വെള്ളത്തിൽ മുങ്ങിയ ഒരാൾ എങ്ങനെയാണോ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അതേപോലെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തവനല്ലാതെ ഈ നാശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. തദൂമു 12 സന, 12 കൊല്ലം ഈ മഹാകെടുതികൾ എന്റെ ഉമ്മത്തിൽ നിലനിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. 12 കൊല്ലം വരാൻ പോകുന്ന നാശത്തിന്റെ കാലം പോലും പുണ്യനബി പറഞ്ഞു തരാൻ. തദൂമു 12 സന, 12 കൊല്ലം അത് നീണ്ടു നിൽക്കും. തഞ്ജലിഹീന തഞ്ജലി, ഇടക്കിടക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും. വഖദിൻ ഹസറത്തിൽ ഫുറാതു, അങ്ങനെ അത് അവസാനം ആ 12 കൊല്ലത്തോടുകൂടെ ആ നാശം അവസാനിക്കും. ആ സമയം വഖദിൻ ഹസറത്തിൽ ഫുറാതു അൻ ജബലിൻ മിൻ ലഹബ്, ആ നാശം അങ്ങ് അവസാനിക്കുന്നതോടുകൂടെ ഇറാഖിലെ ഫുറാത്ത് യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിന്റെ ഖനികൾ ഉയർന്നു വന്നിട്ടുണ്ടാകും. ഫയഖതതിലൂന അലൈഹാ, അപ്പ ലോകം യുദ്ധം അവസാനിച്ചു എന്നാ വിചാരിക്കുക. എന്നാൽ ആ സ്വർണത്തിന്റെ പേരിൽ വീണ്ടും സംഘട്ടനങ്ങൾ നടക്കും. ഹത്താ തുഖ്തല മിൻ കുല്ലി 9 7, ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 9-ൽ 7 പേരും മരിച്ചു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ
ഈ യുദ്ധങ്ങളുടെ കെടുതികളുടെ നാശം എങ്ങനെ നിങ്ങൾ എന്നിട്ട് കഴിയുമ്പോഴേക്ക് കേൾക്കാം, യൂഫ്രട്ടീസ് നദിയിൽ സ്വർണത്തിൻ്റെ ഖനികൾ ഉയർന്നു വന്നിരിക്കുന്നുവെന്ന്. പിന്നെ അതിന് വേണ്ടിയുള്ള സംഘട്ടനം നടക്കുന്നതാണ്. അല്ലാഹുവേ അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്ക് നീ ഈമാൻ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ പ്രദാനം ചെയ്യണേ റബ്ബേ. എല്ലാ നാശങ്ങളിൽ നിന്നും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇനിയും പറയാനുണ്ടല്ലോ കുറേ ഭാഗങ്ങൾ, നമുക്ക് വേറെ ഏതെങ്കിലും സമയത്ത് പറയാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ثم اوشك عبد الله بن عمرو بن العاص رضي الله عنه പറയാ, ثم اوشك بنو قنطورة ان يخرجوكم من ارض العراق. തുർക്കികൾ ഇറാഖിലേക്ക് കയറി വരുന്ന കാലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി. എന്ത് തുർക്കികൾ ഇറാഖിലേക്ക് കയറി വരും, തുർക്കികൾ ഇറാഖിലേക്ക് കയറി വരും. എന്തിന്? അയ്യുഖ്രിജൂകും മിൻ അർളിൽ ഇറാഖ്, എന്നിട്ട് നിങ്ങളെ ഇറാഖിന്റെ മണ്ണിൽ നിന്നവർ ഇറക്കി വിടുന്നതാണ്. ഖാല റസൂൽ, ഇത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ എന്ന മഹാൻ പറയാൻ, ഞാൻ ചോദിച്ചു, തുമ്മ യഊദൂൻ, പിന്നെ ഇറാഖുകാർ അങ്ങോട്ട് തന്നെ തിരിച്ചു വരൂലേ? അപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദാക അഹബ്ബു ഇലൈക, അതായിക്കൊല്ലേ നിങ്ങൾക്ക് ഇഷ്ടം. നഅം. തുമ്മ യഊദൂൻ, പിന്നെ അവർ ഇറാഖിലേക്ക് തന്നെ, ഇറാഖ് വിട്ടവർ തിരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അപ്പൊ ഇറാഖിലേക്ക് തുർക്കികൾ ഇരച്ചു കയറുന്ന കാലമുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണ്. മഹാനവറുകൾ പറയാണ്, അങ്ങനെ തുർക്കികൾ ഇറാഖിൽ വന്നാൽ തുമ്മ യുർസിലൂന ഇലാ അഹ്ലിൽ ബസറ, ബസറയിലേക്ക് അവർ ആളുകളെ പറഞ്ഞേക്കും. ബസറ ഏത് രാജ്യത്തെ പട്ടണ? ഇറാഖിലെ പട്ടണമാണ് ബസറ. ബസറയിലേക്ക് അവർ ആളുകളെ പറഞ്ഞേക്കും, അൻ ഉഖ്റുജൂ മിൻഹാ, ഞങ്ങളോട് യുദ്ധം ചെയ്യണ്ട എന്ന ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ബസറ വിട്ടുപോയിക്കോളൂ എന്ന്. ഖബല അൻ നൻസില അലൈക്കും, ഞങ്ങൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പ്. ഫയഖ്റുജു അഹ്ലുൽ ബസറ, ബസറക്കാർ ബസറ വിട്ടു പോകും. മിനൽ ബസറ ഫയൽഹഖു ലാഹിഖും ബിബൈത്തിൽ മഖ്ദിസ്, ഇവരെങ്ങട്ടാ പോവാ? ബസറയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകും. വയൽഹഖു ആഖറൂന ബിമക്ക, രണ്ടാം വിഭാഗം വേറൊരു വിഭാഗം മക്കയിലേക്ക് പോകും. വയൽഹഖു ആഖറൂന ബിൽ അറാബ്, മൂന്നാം വിഭാഗം ആളുകൾ മലമടക്കുകളിൽ ജീവിക്കാൻ അറാബികളുടെ കൂട്ടത്തിലേക്ക് അവർ പോകുന്നതാണ്. ഖാല, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാ, സ്വഹാബിയാൻ, റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടിയ വിവരമല്ലാതെ അവർ പറയില്ലല്ലോ. ഫയൻസിലൂന ബിൽ ബസറ, അങ്ങനെ തുർക്കികൾ ബസറയിൽ വന്നിറങ്ങുന്നതാണ്. സന, ഒരു കൊല്ലം അവർ ബസറയിൽ തങ്ങുന്നതാണ്. തുമ്മ യുർസലൂന ഇലാ അഹ്ലിൽ കൂഫ, പിന്നെ കൂഫയിലേക്ക് അവർ ആളുകളെ പറഞ്ഞയക്കുന്നതാണ്. അൻഖുറുജൂ മിൻഹാ, കൂഫക്കാരോട് പറയും നിങ്ങൾ കൂഫ വിട്ടു പോകണമെന്ന്. ഖബല അൻ നൻസില അലൈക്കും ഫയഖ്റുജു അഹ്ലുൽ കൂഫ, അങ്ങനെ അതാ കൂഫക്കാർ കൂഫ വിട്ടു പോകുന്നു. ഫയൽഹഖു ലാഹിഖും ബിബൈത്തിൽ മഖ്ദിസ്, ഒരു ഭാഗം ആളുകൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നു. വലാഹിഖും ബിൽ മദീന, വേറെ ഭാഗം ആളുകൾ മദീനയിലേക്ക് പോകുന്നു. വആഖറൂന ബിമക്ക, വേറെ ഭാഗം ആളുകൾ മക്കയിലേക്കും പോകുന്നു. വആഖറൂന ബിൽ അറാബ്, ചില വിഭാഗം ആളുകൾ കാട്ടറബികളുടെ കൂടെ ജീവിക്കാൻ അവരിലേക്ക് ചെന്നു ചേരുന്നു. വലാ യബ്ഖാ അഹദും മിനൽ മുസല്ലീന ഇല്ലാ ഖതീലൻ ഔ അസീറാ, ആ കാലഘട്ടത്തിൽ അന്നവിടെ ജീവിച്ചിരിക്കുന്ന അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്ന നിസ്കരിക്കുന്ന മനുഷ്യരാണോ? ഇല്ലാ ഖതീലൻ ഔ അസീറാ, ഒന്നുകിൽ അയാളെ ഈ തുർക്കികൾ കൊല്ലുന്നതോ അല്ലെങ്കിൽ അവരെ ബന്ധനസ്ഥരാക്കി വെക്കുകയോ ചെയ്യുന്നതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പോണ അവസ്ഥ, അമേരിക്കക്കാർ വന്നിട്ടല്ല നിസ്കരിക്കണ കൊല്ലണത്, നമ്മൾ തന്നെ കൊല്ലുക പരസ്പരം. ഇല്ല ഖതീലൻ ഔ അസീറാ, എന്നിട്ട് അവർ കൊന്നതിന് ന്യായം പറയാ. ഓൽക്ക് എന്താണോ തോന്നുന്നത് ആ ന്യായം ഓലിന് പറയാ. എന്തോ ഒരു വർത്താനം, എന്തോ ഒരു വാക്കുകളാണിത്. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളും യൂറോപ്യരും തമ്മിൽ, നിങ്ങളും പാശ്ചാത്യരും തമ്മിൽ സന്ധി ചെയ്യുന്നതാണ്. 12 കൊല്ലമാണ് ആ സന്ധി നീണ്ടു നിൽക്കുക.
ആ സന്ധിയുടെ അവസാനം അവർ നിങ്ങളെ ചതിക്കുകയും നിങ്ങളും അവരും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ, അമേരിക്കയിലെ ഈ ഐക്യമുന്നണിയുടെ പര്യവസാനം എന്താ? നിങ്ങൾ അവരും നിങ്ങളും തമ്മിൽ തെറ്റിയിട്ട് പിന്നെ നിങ്ങളും അവരും തമ്മിൽ യുദ്ധം ഉണ്ടാവും. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹദീസുകളൊക്കെ ഇതിലുണ്ട്, വായിക്കാൻ സമയമില്ല, ഞാൻ അവസാനിപ്പിക്കാൻ. റഹീമീനായ അല്ലാഹുവേ, ഞാൻ പറയണം, നമുക്ക് ഈ വിഷയം ഒന്ന് സ്വതന്ത്രമായി പറയണം എന്ന ആഗ്രഹത്തിൽ എവിടെങ്കിലും കിട്ടുമ്പോൾ അത് പറയും. റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഹബീബിനെ കേൾക്കാൻ തൗഫീക്ക് നൽകിയ റബ്ബേ, ഹബീബിനെ കാണാനും ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരണേ റബ്ബേ.